ഞാനിപ്പോൾ പറയാൻ പോകുന്ന കാര്യങ്ങൾ കല്യാണം കഴിക്കാൻ പോകുന്ന സ്ത്രീകളാണ് കൂടുതലായിട്ട് ശ്രദ്ധിക്കേണ്ടത്. ഒന്ന്, നിങ്ങൾക്കൊരു ജോലി ഉണ്ടായിരിക്കുക എന്നുള്ളതാണ്. അപ്പോൾ ജോലി ഇല്ലെങ്കിൽ നിങ്ങൾ കല്യാണം കഴിക്കുന്ന ആളുടെ വീട്ടിൽ ചിലപ്പോൾ ഒരു അടിമയെ പോലെ കഴിയേണ്ടി വരും. ഒരു വിലയും നിങ്ങൾക്ക് കിട്ടത്തില്ല. അതുപോലെ ചെറുക്കന്മാരോട് പറയാനുള്ളത്, നിങ്ങൾ കല്യാണം കഴിക്കുന്ന പെണ്ണിന് ജോലിയൊന്നും വേണ്ട, ആ പെണ്ണിന്റെ വീട്ടിൽ സാമ്പത്തികം ഉണ്ടെന്ന് പറഞ്ഞ് ഒരു കാരണവശാലും കെട്ടരുത്. അങ്ങനെ അവരുടെ വീട്ടിൽ നിന്ന് നിങ്ങൾ സാമ്പത്തികം വല്ലതും സ്വീകരിക്കുകയാണെങ്കിൽ പട്ടിയുടെ വില പോലും പിന്നെ കിട്ടാതാവും. അപ്പൊ ജോലിയുള്ള പെണ്ണാണെങ്കിൽ ഈക്വൽ ഗീവ് ആൻഡ് ടേക്കിൽ ജീവിക്കാം. രണ്ടാമത്തത്, കല്യാണം കഴിക്കാൻ പോകുന്ന ആൾക്ക് പകർച്ച രോഗമൊന്നും ഇല്ല എന്നുള്ളത് ഉറപ്പിക്കുന്നത് വളരെ നല്ലതായിരിക്കും. അതിനുവേണ്ടി ബ്ലഡ് ടെസ്റ്റുകളോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്ത് അത് ഉറപ്പിക്കുക. മൂന്നാമത്തെ കാര്യം, ഡ്രഗ് യൂസ് ചെയ്യുന്ന ആളാണോ ഇല്ലയോ എന്നുള്ള കാര്യം ഉറപ്പിക്കുക. കാര്യം പല ആൾക്കാരും കല്യാണത്തിന് ശേഷം അറിയുന്നത് ഇയാൾ ഡ്രഗ് യൂസ് ചെയ്യുന്നുണ്ട്, അത് വലിയ വിഷയമാവും. രണ്ടുപേരും യൂസ് ചെയ്യുന്നുണ്ട്, കുഴപ്പമില്ല, അവർ അഡ്ജസ്റ്റ് ചെയ്തെന്ന് പൊക്കോളും. അടുത്ത കാര്യം, മാനസികമായിട്ടുള്ള സമ്മർദ്ദങ്ങളും പ്രശ്നങ്ങളും ഒക്കെ നേരിടുന്ന ആളാണോ ഇല്ലയോ എന്നുള്ള കാര്യം തിരക്കുന്നത് വളരെ നല്ലതായിരിക്കും. ചില പെണ്ണുങ്ങൾ ചെറിയ പ്രായത്തിൽ തന്നെ വേറൊരാളുമായിട്ട് ഒരു പ്രേമത്തിലാവും. അവരുടെ ജാതിക്കോ മതത്തിനോ സാമ്പത്തികമായിട്ടോ വിദ്യാഭ്യാസപരമായിട്ടോ യോജിക്കാത്തതായിരിക്കും. പെണ്ണിന്റെ വീട്ടുകാരെ ചെറുക്കനെ സ്വാധീനിച്ച് അവന്റെ ജോലിയോ വിസയോ ഒക്കെ ഒപ്പിച്ചു കൊടുത്ത ചെറുക്കനെ അതിൽ നിന്ന് പിന്തിരിപ്പിക്കും. അതോടുകൂടി പെണ്ണ് വളരെ വലിയൊരു ട്രോമയിലേക്ക് മാറും. ആ സമയത്ത് ആ പെണ്ണിന് ഒരു കൗൺസിലിംഗ് പോലും കൊടുക്കാതെ ആ പെണ്ണ് ആ സമയത്ത് തന്നെ പിടിച്ച് വേറെടുത്തിന്റെ തലയിലോട്ട് വെച്ചു കൊടുക്കും. അപ്പൊ ഇങ്ങനെ കെട്ടിക്കൊണ്ടുപോകുന്ന ചെറുക്കന്റെ അവസ്ഥയും ആ പെണ്ണിന്റെ അവസ്ഥയും ഒന്ന് ചിന്തിച്ചു നോക്ക്. കല്യാണത്തിന് ശേഷം നിങ്ങളുടെ ജീവിതം ഭദ്രമായിരിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു സ്ത്രീയാണ് നിങ്ങളെങ്കിൽ ഒരു ജോലി കണ്ടെത്തുക.